പറ്റണില്ല. എനിക്കിനി പെണ്ണ് കാണണ്ട. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കത് മതി. യൂട്യൂബറായി കരിയർ കണ്ടെത്തിയ ആദ്യ മലയാളികളിൽ ഒരാളാണ് കാർത്തിക് സൂര്യ. വേറിട്ട അവതരണ ശൈലി കൊണ്ടും കണ്ടന്റ് കൊണ്ടും പെട്ടെന്ന് തന്നെ യൂട്യൂബ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായ കാർത്തിക് സൂര്യ പിന്നീട് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി അവതാരകനായി ടെലിവിഷൻ പ്രേക്ഷകർക്കും സുപരിചിതനായി. ഓഗസ്റ്റ് 30 കാർത്തിക് സൂര്യയുടെ വിവാഹ നിശ്ചയം നടന്നു. മുമ്പ് വർഷങ്ങൾ നീണ്ട ഒരു പ്രണയം കാർത്തിക്കിനുണ്ടായിരുന്നു. വിവാഹത്തോടടുത്ത ആ ബന്ധം ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആയത് കണ്ണീരോടെ കാർത്തിക് തൻ്റെ ഫോളോവേഴ്സിനെ അറിയിച്ചിരുന്നു. മെയ് 7, 2013 വിവാഹം നടക്കാനിരുന്നത്. ഇപ്പോൾ അച്ഛനും അമ്മയും ചേർന്നാണ് കാർത്തിക്കിന് വധുവിനെ കണ്ടെത്തിയത്. കാർത്തിക് സൂര്യയുടെ മുറപ്പെണ്ണാണ് വധു. പേര് വർഷ. കാർത്തിക്കിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇവർ തമ്മിൽ ചേർച്ചയുണ്ടാവുമെന്ന് തോന്നി. അങ്ങനെ ആദ്യം അവർ വർഷയോട് സംസാരിച്ചു. വർഷയ്ക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. എന്നാൽ തൻ്റെ അച്ഛന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ സമ്മതിക്കൂ എന്നായിരുന്നു വർഷയുടെ മറുപടി. അങ്ങനെ അവർ വർഷയുടെ അച്ഛനോട് സംസാരിച്ചു. അവർക്കും സമ്മതമായിരുന്നു. എന്നാൽ ഇതൊന്നും കാർത്തിക്കിനോട് പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം അരുവിക്കര ശിവക്ഷേത്രത്തിൽ കാർത്തിക്കിനെയും വർഷയെയും കാർത്തിക്കിൻ്റെ അച്ഛനമ്മമാർ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പുഴയുടെ കരയിൽ കല്ലിലിരുന്ന് അവർ സംസാരിച്ചു. മുൻപുണ്ടായിരുന്ന പ്രണയത്തെപ്പറ്റിയും മറ്റും മനസ്സ് തുറന്ന് ഒരുപാട് നേരം സംസാരിച്ചു. ഇരുവർക്കും പരസ്പരം ഇഷ്ടമായി. അതവർ വീട്ടുകാരെ അറിയിച്ചു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. കാർത്തിക്കിൻ്റെ വീട്ടുകാർ അങ്ങോട്ടും വർഷയുടെ വീട്ടുകാർ ഇങ്ങോട്ടും വരുന്ന ചടങ്ങ് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നാലെ എൻഗേജ്മെൻറ്റും. കാർത്തിക്കിൻ്റെ സുഹൃത്തുക്കളും യൂട്യൂബേഴ്സുമായ ഗ്ലാമി ഗംഗ, ശരണ്യ നന്ദകുമാർ, കാർത്തിക്, മാഹിൻ മച്ചൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബ്രേക്കപ്പായ സമയത്ത് ഒരുപാട് വിഷമിച്ച കാർത്തിക്കിന് തന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ ലഭിച്ചതിൽ ആരാധകരും സന്തോഷത്തിലാണ്.